friends. So this session is on continuation of Staphylococcus aureus. Okay, I know kore naalai that I took the first part of this. Now let's go with the second part. See, ഇതിനകത്ത് ഈ സെഷനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് ടോപ്പിക് ഇസ് ആൻറ്റിജൻസ് ഇൻസൈഡ് ദ സ്റ്റെഫലോകോക്കസ്. ആൻറ്റിജൻസ്. അപ്പോൾ ഈ ആൻറ്റിജൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോടാ? സ്റ്റെഫലോകോക്കസ് ഓറിയസിൻ്റെ, ഇതാണ് സ്റ്റെഫലോകോക്കസ് ഓറിയസ് എന്ന് വെച്ചു, അതിൻ്റെ സർഫസിൽ ഇറ്റ് ഹാസ് ഗോട്ട് പ്രോട്ടീൻസ്. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻറ്റിജൻസ്. ആൻഡ് വൈ ഡു വി ലേൺ ദീസ്, അല്ലെങ്കിൽ ഈ ആൻറ്റിജൻസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ബിക്കോസ് സ്റ്റെഫലോകോക്കസ് ഓറിയസ് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഇൻഫെക്റ്റ് ചെയ്താൽ ഈ ബാക്ടീരിയയിൽ എന്തുണ്ട്? ഞാൻ പറഞ്ഞു, ആൻറ്റിജൻസ് ഉണ്ട്. ആൻറ്റിജൻസ് നത്തിങ് ബട്ട് പ്രോട്ടീൻസ്. ഈ പ്രോട്ടീൻസും ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബോഡിയിലേക്ക് ചെല്ലുന്നു അല്ലേ? ഈ പ്രോട്ടീൻസ് ഉണ്ടല്ലോ, ദേ ആക്ട് ആസ് ID കാർഡ്സ്. ID കാർഡ്സ് ഇൻ ദ സെൻസ്, ഈ പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിൽ ചെന്നാൽ ഈ പ്രോട്ടീൻസിനെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തിരിച്ചറിയാൻ പറ്റും. ലൈക്ക് ഇതൊരു ഫോറിൻ ബോഡിയാണല്ലോ. ഓക്കെ, ഈ പ്രോട്ടീൻസ് പറഞ്ഞ ഒരു ID കാർഡാണ്. ഇതാ ഈ ID കാർഡിനകത്ത് എന്ത് എഴുതിയിട്ടുണ്ടാവും? ഞാൻ സ്റ്റാഫ് ഓറിയസ് ആണ്, നിങ്ങളുടെ ബോഡിയുടെ സെല്ലല്ല, ഞാൻ ഒരു ബാക്ടീരിയ ആണെന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് easy way to understand. So these proteins act like ID cards. Basically it tells our body's immune system that okay, idoru foreign body aanu, idoru bacteria aanu, njan endinte protein aanu? Staphylococcus aureus inde protein aanu. appo nammada immune system trigger avum. Okay, antibodies produce cheyum ee Staphylococcus aureus ne kill cheyanayittu. Okay, now before moving further, see njan ivide y ആയിട്ട് വരച്ചേക്കുന്നതാണ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി. ഓക്കെ, നൗ സി ദീസ് ടു ആംസ്. ഈ ആംസ് കണ്ടോ? ഈ രണ്ട് ആംസിനെയാണ് നമ്മൾ FAB എന്ന് പറയുക. FAB. ഈ FABയുടെ ഫുൾ ഫോം എന്താണെന്നറിയോടാ? ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ്. ഓക്കെ, നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക് യു ദിസ്, but it's good to know. Okay, so നമ്മുടെ ആൻറ്റിബോഡിക്ക്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് സ്റ്റെഫലോകോക്കസ്, ഞാൻ ജനറലായിട്ട് പറഞ്ഞു തരാണ്. ഏത് ഫോറിൻ സബ്സ്റ്റൻസ്, ഒരു ബാക്ടീരിയ, വൈറസ് എൻറ്റേഴ്സ്, ഇഫ് ഇറ്റ് എൻറ്റേഴ്സ് ആ ബോഡി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് പ്രൊഡ്യൂസ് ചെയ്യടാ? ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. അപ്പോൾ ആൻറ്റിബോഡീസിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് ഞാൻ വരയ്ക്കുന്നത്. ഇറ്റ് ലുക്സ് ലൈക്ക് എ വൈ. ഈ വൈൻ്റെ രണ്ട് ആംസിനെ നമ്മൾ എന്ത് പറയുന്നു? FAB പാർട്ട് എന്ന് പറയുന്നു. FAB, ദാറ്റ് ഇസ് ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ് പാർട്ട്. ആൻഡ് ദിസ് പാർട്ട്, ഐ വിൽ ടേക്ക് എ ഡിഫറെൻറ്റ് കളർ. ഈ സ്റ്റെം ഓഫ് ദിസ് വൈനോ, ദിസ് വൺ, ഈ ബ്ലൂ കളറിൽ ഞാൻ വരച്ചേക്കുന്നത്, അതിനെയാണ് നമ്മൾ FC ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോമാണ്, FCൻ്റെ ഫുൾ ഫോമാണ് ഫ്രാഗ്മെൻറ്റ് ക്രിസ്റ്റലൈസബിൾ. അഗൈൻ ഇതിൻ്റെയും ഫുൾ ഫോംസ് ദേ ഡോണ്ട് ആസ്ക് യു ഇൻ എക്സാംസ്, ബട്ട് ഐ ജസ്റ്റ് വോണ്ട് യു ടു നോ, ജസ്റ്റ് റീഡ് ഇറ്റ് വൺസ് ആൻഡ് ലീവ് ഇറ്റ്. ഓക്കെ, നമ്മുടെ ആൻറ്റിബോഡീസിന് രണ്ട് പാർട്ടുണ്ട്. ഇറ്റ് ഹാസ് ഗോട്ട് 2 FAB ഫ്രാഗ്മെൻറ്റ്സ്, ഓക്കെ, ആൻഡ് 1 FC ഫ്രാഗ്മെൻറ്റ്. അപ്പോൾ പിള്ളേർക്ക് കൺഫ്യൂഷൻ ആവും, FAB and what is FAB, what is FC. See, FAB okay, forget about this FAB, it has got 2 letters. അപ്പം അതിൽ നിന്ന് ഓർത്തിരിക്കുക, ഈ രണ്ട് ആംസിനെയാണ് നമ്മൾ FAB എന്ന് പറയുക. ഓക്കെ, ആൻഡ് this line here, okay, that is FC. Now ഇനി ശ്രദ്ധിച്ച് കേൾക്കൂ. ഈ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് രാമു. ഓക്കെ, രാമുവിനെ ആര് ഇൻഫെക്റ്റ് ചെയ്തു? സ്റ്റെഫലോകോക്കസ് ഓറിയസ് ഇൻഫെക്റ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ഇയാളുടെ ബോഡിയിൽ എന്തുണ്ട്? ഇപ്പോൾ സ്റ്റാഫ് ഓറിയസിൻ്റെ ആൻറ്റിജൻസ് ഉണ്ട്. അപ്പം ബോഡി അതിനെ റെക്കഗ്നൈസ് ചെയ്തു. ഓക്കെ, ഒരു ഇൻഫെക്ഷൻ എൻ്റെ ബോഡി കടന്നിട്ടുണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇമ്മ്യൂൺ സിസ്റ്റം ആൻറ്റിബോഡീസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ആൻറ്റിബോഡീസിലെ FAB, ഈ ഫ്രാഗ്മെൻറ്റ്സിലെ FAB ഫ്രാഗ്മെൻറ്റ്സ്, they will attract the antigens. ഈ സ്റ്റെഫലോകോക്കസ് ഓറിയസിൻ്റെ, ഞാനൊരു സ്റ്റെഫലോകോക്കസ് ഓറിയസ് വരയ്ക്കട്ടെ. ഓക്കെ, ഈ സ്റ്റെഫലോകോക്കസ് ഓറിയസിൻ്റെ ആൻറ്റിജൻസ് അല്ലെങ്കിൽ ടോക്സിക് കോമ്പണൻസിനെ FAB ഫ്രാഗ്മെൻറ്റ്സ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇറ്റ് വിൽ അട്രാക്ട് ദ സ്റ്റെഫലോകോക്കസ് ഓറിയസ് ടുവേർഡ്സ് ഇറ്റ്സ് FAB ഫ്രാഗ്മെൻറ്റ്. ഈ രണ്ട് FAB ഫ്രാഗ്മെൻറ്റും ഗ്ലൂ പോലെയാണ്, മാഗ്നറ്റിക് ആണ്. ദേ വിൽ കോൾ ദി സ്റ്റെഫലോകോക്കസ് ഓറിയസ് ടുവേർഡ്സ് ഇറ്റ് സെൽഫ്. അപ്പം ഈ സ്റ്റാഫ് ഓറിയസ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? FAB ഫ്രാഗ്മെൻറ്റ്സിൽ വന്ന് അറ്റാച്ച് ആയിട്ടിരിക്കുന്നു. ഓക്കെ, ഇതിന് ശേഷം നമ്മുടെ ആൻറ്റിബോഡീസ് ഭയങ്കര സ്മാർട്ടാണ്. ഓക്കെ,
അപ്പോൾ ഇതിന് ശേഷം ഈ ആൻറ്റിജൻസ് വന്ന് അല്ലെങ്കിൽ ഈ സ്റ്റെഫലോക്കോക്കസ് ഓറിയസ് ബാക്ടീരിയ ഇതിൻ്റെ FAB ഫ്രാഗ്മെൻസി വന്നിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്ന അറിയാടാ നമ്മുടെ ആൻറ്റിബോഡീസ് ദേ വിൽ കോൾ അവർ ഇമ്മ്യൂൺ സിസ്റ്റം the immune cells like immune cells like macrophages, then we have neutrophils. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ സെൽസിനെ FC പാർട്ട് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഈ FC ഫ്രാഗ്മെൻറ്റിലെ ഈ ഭാഗത്ത് വന്ന് നമ്മുടെ ഇമ്മ്യൂൺ സെൽസും ഇരിക്കും. ഓക്കെ, ഞാൻ ഈ ബ്രൗൺ കളറിൽ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ്. ഓക്കെ, അവർ പ്രൊട്ടക്റ്റേഴ്സ്. ഈ ഇമ്മ്യൂൺ സെൽസ്, ഓക്കെ, സോ വൺസ് ദിസ് ഹോൾ കോമ്പണൻറ്റ് ഇസ് ഫോംഡ്, ഈ ഇമ്മ്യൂൺ സെൽസ് എന്ത് ചെയ്യുമെന്നറിയോ? ദീസ് ഇമ്മ്യൂൺ സെൽസ് വിൽ എൻഗൾഫ് ദ ഹോൾ ഓഫ് ഇറ്റ്. ഇമ്മ്യൂൺ സെൽസ് ഈ ഹോൾ കോമ്പണൻറ്റിനെ അങ്ങ് തിന്നും. അതിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയാം. ആൻഡ് ദ ഇമ്മ്യൂൺ സെൽസ് വിൽ ബ്രേക്ക് ഡൗൺ ദ ബാക്ടീരിയ ആൻഡ് കിൽ ഇറ്റ്. അണ്ടർസ്റ്റുഡ്? സോ ഞാൻ ഇത്രയും പറഞ്ഞത്, ഓക്കെ, ഐ വോണ്ട് യു ടു നോ ദാറ്റ് FC പാർട്ടിലാണ് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് വന്നിരിക്കുന്നത്. FC പാർട്ടിൽ. FAB പാർട്ടിലാണ് ബാക്ടീരിയ അല്ലെങ്കിൽ ഫോറിൻ ബോഡി വന്നിരിക്കുന്നത്. ഓക്കെ, നൗ സി Staph aureus, no? This Staph aureus is very smart. Why do I call it smart? Because Staph aureus, okay, അതിൻ്റെ സർഫസിൽ it has an antigen called as protein A. Okay, it has an antigen called as what, dear? Protein A. Now this protein A, okay, this is super smart. Protein A എന്നറിയാം FCയിലാണ് ആര് വന്ന് ഇമ്മ്യൂൺ സെൽസ് വന്നിരിക്കുന്നത്. ഈ FAB റീജിയൻ ഈ സ്റ്റാഫ് ഓറിയസിനെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യും. FCയിൽ അതിനുശേഷം ഇമ്മ്യൂൺ സെൽസ് വന്നിരിക്കും. ഓക്കെ, ആൻഡ് ഇമ്മ്യൂൺ സെൽസ് ഹോൾ ഓഫ് ദിസ് ഇറ്റ് വിൽ ഫാഗോസൈറ്റോസ്, അല്ലെങ്കിൽ അതിനെ തിന്നിട്ട് ബാക്ടീരിയനെ കൊന്നുകളയും എന്ന് ആർക്കറിയാം? ഈ പ്രോട്ടീൻ എന്നറിയാം. ഓക്കെ, സോ പ്രോട്ടീൻ എ എന്ത് ചെയ്യുന്നറിയോ? സ്റ്റെഫലോക്കോക്കസ് ഓറിയസിലെ പ്രോട്ടീൻ എ എന്ത് ചെയ്യുന്നറിയോ? ദിസ് പ്രോട്ടീൻ എ വിൽ ഗോ ആൻഡ് ബൈൻഡ് ടു ദ FC റീജിയൻ ഓഫ് ദി ആൻറ്റിബോഡി. ഓക്കെ, സോ സ്റ്റെഫലോക്കോക്കസ് ഓറിയസ് ഒരാളുടെ ബോഡി ചെന്നാൽ ബോഡി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യുന്നു, അത് ആൻറ്റിബോഡി റിലീസ് ചെയ്യുന്നു. ഐഡിയലി എന്താണ് സംഭവിക്കേണ്ടത്? FAB റീജിയനിൽ സ്റ്റെഫലോക്കോക്കസ് ഓറിയസ് വന്ന് അട്രാക്റ്റഡായി വന്നിരിക്കണം. FCയിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ സെൽസ് വന്നിരിക്കണം. അതിനുശേഷം ഇവിടുത്തെ FCയിലിരിക്കുന്ന ഇമ്മ്യൂൺ സെൽസ് ഹോൾ ഓഫ് ഇട്ടിനെ അങ്ങ് വിഴുങ്ങണം, ഫാഗോസൈറ്റോസ് ചെയ്ത് ഈ ബാക്ടീരിയനെ കൊല്ലണം. അതാണ് നമ്മുടെ ബോഡിയുടെ പ്ലാൻ. പക്ഷേ ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ട് പ്രോട്ടീൻ എ എന്ത് ചെയ്യുമെന്ന് അറിയാടാ? ഈ പ്രോട്ടീൻ എ വന്നിട്ട് FC, ഓക്കെ, ഈ FC ഏരിയയിൽ വന്നെങ്കിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനുണ്ടല്ലോടാ, നമ്മുടെ ന്യൂട്രോഫിൽസ്, മാക്രോഫേജസ്, നമ്മുടെ ഇമ്മ്യൂൺ സെൽസിന് ഈ FC റീജിയനെ മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ ചെന്നിരിക്കാനേ അതിന് മെമ്മറി ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇമ്മ്യൂൺ സെൽസ് ഇവിടെയൊക്കെ നമ്മുടെ ആൻറ്റിബോഡീസിൻ്റെ ചുറ്റിനും കിടന്ന് കറങ്ങും. വേർ ഇസ് ഈ FC പോർഷൻ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം FC പോർഷനെ ആര് ഹൈഡ് ചെയ്ത് വെച്ചേക്കുക? ആരതിൻ്റെ മണ്ടേ കയറിയിരിക്കുക? നമ്മുടെ പ്രോട്ടീൻ എ ഓഫ് സ്റ്റെഫലോക്കോക്കസ് ഓറിയസ് ഈ FC പോർഷനെ അങ്ങ് ഹൈഡ് ചെയ്ത് വെച്ചേക്കുക, അതിൻ്റെ മണ്ടേ കയറിയിരിക്കുക. അപ്പോൾ നമ്മുടെ മാക്രോഫേജസ്, ന്യൂട്രോഫിൽസ്, ബേസിക്കലി നമ്മുടെ ഇമ്മ്യൂൺ സെൽസിന് ഈ FC പോർഷനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇഫ് ദേ കനോട്ട് സിറ്റ് ഹിയർ, ഇമ്മ്യൂൺ സെൽസിന് ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ക്യാൻ ഇറ്റ് കിൽ the whole complex? No. So actually what I mean to say is protein A, okay, it hides the Staphylococcus aureus from the immune system. Okay, and our body will not be able to kill the bacteria right away. Okay, because of this confusion നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സെൽസിനെ പെട്ടെന്ന് സ്റ്റാഫ് ഓറിയസിനെ കിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ആൻറ്റിജനിക് സ്ട്രക്ചർ ഓഫ് Staphylococcus aureus is ക്ലംപിംഗ് ഫാക്ടർ. എന്താടാ? ക്ലംപിംഗ് ഫാക്ടർ. ലുക്ക് ഹിയർ. ഓക്കെ, ഈ റെഡ് കളറിൽ ഉള്ളതാണ്. സോ ഈ സ്റ്റെഫലോക്കോക്കസ് ഓറിയസിൻ്റെ സർഫസിൽ വേറെ ഒരു പ്രോട്ടീനും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ക്ലംപിംഗ് ഫാക്ടർ. നൗ what is the function of clumping factor? See, once Staph aureus enters our body, okay, ഈ സ്റ്റാഫ് ഓറിയസിൻ്റെ അകത്തുള്ള ഈ ക്ലംപിംഗ് ഫാക്ടർ ഇല്ലേ, ദിസ് പ്രോട്ടീൻ ക്ലംപിംഗ് ഫാക്ടർ, വാട്ട് ഇറ്റ് വിൽ ഡു? നമ്മുടെ പ്ലാസ്മയിൽ, ഓക്കെ, നമ്മുടെ ബ്ലഡിനകത്ത് വി ഹാവ് എ പ്രോട്ടീൻ കോൾഡ് ആസ് ഫിബ്രിനോജൻ. നമ്മുടെ ബ്ലഡിനകത്ത് എന്തുണ്ടടാ? വി ഹാവ്
a protein called as fibrinogen. അപ്പോൾ ഈ clumping factor, right, it converts fibrinogen to something called as fibrin. Okay, now see, ഈ fibrin എന്ന് പറഞ്ഞാൽ ഇതാ ഇതേപോലെ thread like structures ആണ്. Okay, so fibrin, when a lot of fibrin is formed, a lot of clumps അല്ലെങ്കിൽ clots are formed. Okay, now ഈ clots ഉണ്ടല്ലോ, the clots formed, they are like glue പോലെയാണ്, പശ പോലെയാണ്. Okay, so actually ഈ clots formed, they are in turn helping the bacteria to survive. ഞാൻ പറഞ്ഞുതരാം how. ഈ ക്ലോട്ട്സ് ഫോം ആവുന്ന ക്ലോട്ട്സ് ഇല്ലേ, they are allowing the bacteria to thrive. How is the question? The clots formed will help the bacteria to stick to the tissues. But let us say, okay, here is a clot formed. 1 minute, let me just draw. ഇതൊരു ബ്ലഡ് വെസൽ ആണ്, ഞാൻ ഈ വരച്ചേക്കുന്ന ഒരു ബ്ലഡ് വെസൽ ആണ്. ഓക്കെ, should I draw it in red? So this is a blood vessel. Okay, and അതിനകത്ത് എന്തുണ്ട്? സ്റ്റാഫ് ഓറിയസ് ഉണ്ട്. സ്റ്റാഫ് ഓറിയസ് എന്ത് ക്രിയേറ്റ് ചെയ്തു? ലോട്ട് ഓഫ് ഫിബ്രിൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഫിബ്രിൻ എന്ന് പറഞ്ഞാൽ അതാ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. അതിനകത്ത് ഗ്ലൂ ഉണ്ട്, ഗ്ലൂ പോലെ അല്ലെങ്കിൽ പശ പോലെ സബ്സ്റ്റൻസസ് ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ എന്ത് ചെയ്യുമെന്ന് അറിയോടാ? ഇറ്റ് വിൽ ഗോ ആൻഡ് ഗെറ്റ് സ്റ്റക്ക് ഹിയർ. ഓക്കെ, ബാക്ടീരിയ ഇവിടെ ചെന്നിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ, ബാക്ടീരിയാസ് ഇവിടെ ഇങ്ങനെ പ്രോലിഫറേറ്റ് ചെയ്യും. ഓക്കെ, സോ this fibrin will help the bacteria to stick to each other and to the tissue. ഇവിടെ ഞാൻ എക്സാമ്പിൾ കൊടുത്തേക്കുന്ന ബ്ലഡ് വെസലാണ്. അപ്പോൾ ബാക്ടീരിയ വിൽ അഡർ അല്ലെങ്കിൽ സ്റ്റിക്ക് ടു ദ നിയർ ബൈ ടിഷ്യൂ. ഇവിടെ ബ്ലഡ് വെസൽസിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും ബിക്കോസ് ഫിബ്രിൻ ഫോംഡ് ഇസ് ലൈക്ക് എ ഗ്ലൂ. അണ്ടർസ്റ്റുഡ്? 2, ഈ ഫിബ്രിൻ ഫോംഡ്, ഓക്കെ, ഇറ്റ് വിൽ ഫോം എ ബയോഫിലിം. ഓക്കെ, ലുക്ക് ഹിയർ. സോ ഞാൻ പറഞ്ഞു ഇവിടെ ബാക്ടീരിയ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്ത്. And then later on, okay, a group of bacteria surrounds them. ഈ Staphylococcus aureusൻ്റെ സ്ട്രോങ് വൺസ് ഇല്ലേ, അത് ഈ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയൻ്റെ ചുറ്റിനും ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ്ങിനെയാണ് നമ്മൾ ബയോഫിലിം എന്ന് പറയുക. ഈ ബയോഫിലിമിനോ this biofilm will make it difficult for us to kill the bacteria with antibiotics. നമ്മൾ വല്ല ആൻറ്റിബയോട്ടിക്സും കൊടുക്കുന്ന സമയത്ത് ഈ ബയോഫിലിമിനെ പിയേഴ്സ് ചെയ്ത് ആൻറ്റിബയോട്ടിക്സിന് ഈ ബാക്ടീരിയനെ കൊല്ലാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ബയോഫിലിം സ്ട്രോങ്ങസ്റ്റ് സ്റ്റഫിലോക്കോക്കസ് ഓറിയസ് ആണ് ബയോഫിലിം ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഒരു ഭാഗത്ത് സ്റ്റഫിലോക്കോക്കസ് ഓറിയസിൻ്റെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചോ. ഓവർ ടൈം അതിന് ചുറ്റിനും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ബാക്ടീരിയ അതിൻ്റെ പുറത്തൊരു കവറിങ് ഉണ്ടാക്കും. ഇതിനെയാണ് നമ്മൾ ബയോഫിലിം എന്ന് പറയുക. അപ്പം അത് ബേസിക്കലി ബാക്ടീരിയനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. എങ്ങനെ? നമ്മളൊരു ആൻറ്റിബയോട്ടിക് കൊടുത്താലും ഈ ബയോഫിലിമിനെ പിയേഴ്സ് ചെയ്ത് ബാക്ടീരിയനെ കൊല്ലാനായിട്ട് കുറച്ച് പാടാണ്. ബയോഫിലിം ഒരു വളരെ പ്രൊട്ടക്റ്റീവ് ഷീൽഡാണ് ബാക്ടീരിയയ്ക്ക്, കേട്ടോ. ഓക്കെ, സോ ബേസിക്കലി ആരാണ് ഇവിടുത്തെ പ്രോബ്ലം? ഈ ബാക്ടീരിയനകത്തുള്ള ക്ലമ്പിംഗ് ഫാക്ടർ കാരണമാണ് നമ്മുടെ ബ്ലഡിലെ ഫിബ്രിനോജൻ എന്തായിട്ട് മാറിയത്? ഫിബ്രിനായത്. ഫിബ്രിൻ ഇസ് ബേസിക്കലി എന്താണ്? ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫിബ്രിൻ എന്ന് പറയുക. ഈ ഫിബ്രിൻ എന്തുണ്ട്? ഗ്ലൂ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഗ്ലൂ ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ല, ഗ്ലൂ പോലെയാണത്. അപ്പോൾ ബാക്ടീരിയ എല്ലാം ആ ഫിബ്രിൻ്റെ ചുറ്റിനും വന്നിങ്ങനെ ഇരിക്കും. ഓവർ ടൈം ബാക്ടീരിയ എന്ത് ചെയ്യും? വളരും, അവിടെ അങ്ങ് സ്പ്രെഡ് ആവും. അപ്പം ബാക്ടീരിയ ദേ വിൽ സ്റ്റിക്ക് ടു ഈച്ച് അതർ ആൻഡ് ദേ വിൽ സ്റ്റിക്ക് ടു ദ നിയർ ബൈ ടിഷ്യൂസ്. പിന്നെ ഓവർ ടൈം നല്ല സ്ട്രോങ്ങസ്റ്റ് ആ ഗ്രൂപ്പിലുള്ള സ്ട്രോങ്ങസ്റ്റ് ബാക്ടീരിയ അതിന് ചുറ്റിനൊരു കവറിങ് ഉണ്ടാക്കും. അതിനെയാണ് ബയോഫിലിം എന്ന് പറയുന്നത്. ബയോഫിലിം ബാക്ടീരിയൻ ഉണ്ടെങ്കിൽ അതിനെ കൊല്ലാനായിട്ട് നമുക്ക് ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പം ബേസിക്കലി ഈ സ്റ്റഫിലോകോക്കസ് ഓറിയസിൻ്റെ പ്രോട്ടീൻ എ ആയിക്കോട്ടെ ക്ലമ്പിംഗ് ഫാക്ടർ ആയിക്കോട്ടെ, രണ്ടും ഈ ബാക്ടീരിയനെ ത്രൈവ് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, നമ്മുടെ ബോഡിയിൽ അതിനെ കൂടുതൽ നാൾ ജീവിക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി ഹ്യൂമൻ ബീങ്സിന് ഈ 2 പ്രോട്ടീൻ എയും ക്ലമ്പിംഗ് ഫാക്ടർ ഓഫ് സ്റ്റഫിലോകോക്കസ് ഓറിയസ് നമുക്ക് ഈ 2 സാധനവും നമ്മുടെ എനിമീസാണ്. ബിക്കോസ് അത് ബാക്ടീരിയനെ ഭയങ്കര സ്ട്രോങ് ആക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ബോഡിയിൽ. ഓക്കെ, നൗ അബൌട്ട് ദ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റഫൈലോകോക്കസ്. ഓക്കെ ഡിയർ, സോ ഇൻ യുവർ ആൻസർ ഷീറ്റ് യു ജസ്റ്റ് നീഡ് ടു റൈറ്റ് ദീസ് 4 names, okay, and 2 lines about each. തിയറി എക്സാംസിന് അത്രയും മതി.
So the first toxin produced by Staphylococcus is cytolytic toxin. So cytolytic toxin, you know what it does? ഈ ടോക്സിൻ ഉണ്ടല്ലോ നമ്മുടെ ബോഡിയിലെ RBCനെ break ചെയ്യും. It will cause or it will destroy RBCs. It will destroy WBCs. Okay, and eventually cytolytic toxin causes skin infections. What is it? Skin infections, abscess. ഇതൊക്കെ സൈറ്റോലിറ്റിക് ടോക്സിൻ്റെ ഇഫക്ട്സ് ആണ്. Then we have another toxin produced by staph is called as enterotoxin. One minute. Enterotoxin. So ഈ enterotoxin ആണ് നമ്മുടെ ബോഡിയിൽ കൂടുതൽ പ്രവർത്തിക്കുന്നതെങ്കിൽ സ്റ്റാഫ് ഓറിയസ് ബോഡിയിൽ എൻ്റർ ചെയ്തു. ഇഫ് ദി enterotoxin is the one dominating its presence, then the patient will have symptoms of food poisoning, like vomiting, diarrhea, fatigue, hypotension. So ഇതാണ് enterotoxins. യൂഷ്വലി enterotoxins കയറുന്നത് ഫുഡ് പോയ്സണിങ് വഴിയാണ്. ഓക്കെ, ഈ മീറ്റ്, മിൽക്ക് പ്രൊഡക്ട്സ്, ഇഫ് they have gone stale, okay, then there is high chance the Staphylococcus aureus has infected them, and ഈ സ്റ്റാഫിലെ എൻറ്ററോടോക്സിൻ എന്ന് പറയുന്ന ഒരു കോമ്പനൻ്റ് ആണ് വോമിറ്റിംഗ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് സംതിങ് കോൾഡ് എസ് TSST ആണ്, ടോക്സിക് ഷോക്ക് സിൻഡ്രം ടോക്സിൻ 1. ഓക്കെ, TSST. സോ ദിസ് ടോക്സിൻ, വാട്ട് ഇറ്റ് ഡസ്, നമ്മുടെ ഈ ടോക്സിൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ കോസ് സംതിങ് കോൾഡ് ആസ് ടോക്സിക് ഷോക്ക് സിൻഡ്രം. ടോക്സിക് ഷോക്ക് സിൻഡ്രം. സോ ബേസിക്കലി TSST വരുന്നത് ക്വസ്റ്റ്യൻസിലൊക്കെ, ഇപ്പം നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ അവർ തരുന്ന ഹിസ്റ്ററി ഇതായിരിക്കും. ഒരു ലേഡി ഹൂ വാസ് യൂസിങ് ടാമ്പൻ. ഓക്കെ, പീരിയഡ്സിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്നത് ആണ് ടാമ്പൻ. ഇഫ് ഇറ്റ് ഇസ് കെപ്റ്റ് ദെയർ ഫോർ ടു ലോങ്, ഓക്കെ, ദെൻ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ഹിസ്റ്ററി തരാം. അല്ലെങ്കിൽ ഈ സർജിക്കൽ വൂൺസ് അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കിയില്ലെങ്കിൽ അവിടെയും സ്റ്റാഫ് ഓറിയസ് ഇൻഫെക്റ്റ് ചെയ്യാം. സോ അതൊക്കെ ഇവൻച്വലി വിൽ കോസ് വാട്ട്? ടോക്സിക് ഷോക്ക് സിൻഡ്രം. ബേസിക്കലി ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഈ ആൻറ്റിജൻ, there is an antigen in the Staphylococcus aureus which will overstimulate our immune system. Overstimulate. അപ്പം അതുകൊണ്ട് തന്നെ മാസീവ് സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ബോഡിയിൽ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ആണ് സൈറ്റോകൈൻസ്. അപ്പോൾ സൈറ്റോകൈൻസ് റിലീസ് ആവും ബോഡിയിൽ. ദ പേഷ്യൻറ്റ് വിൽ ഹാവ് ഫീവർ, വോമിറ്റിംഗ്, ഡയറിയ. സിവിയർ കേസസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഓർഗൻ ഫെയിലിയർ വരെ പോവാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ് അബൌട്ട് ടോക്സിക് ഷോക്ക് സിൻഡ്രോം. പിന്നുള്ളത് എപ്പിഡെർമോലൈറ്റിക് ടോക്സിൻ. ഈ ടോക്സിനാണ്, സ്റ്റാഫിൻ്റെ ഈ ടോക്സിനാണ് ഒരാളുടെ ബോഡീനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ദ പേഷ്യൻറ്റ് ഇസ് ഗോയിങ് ടു ഹാവ് സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ്, സ്കിൻ പീലിംഗ് ഒക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പം അങ്ങനെ ഈ ഒരു ടോക്സിൻ ഉണ്ടാക്കുന്ന ഒരു അസുഖത്തിൻ്റെ പേരാണ് സ്റ്റഫൈലോകോക്കൽ സ്കാൽഡഡ് സ്കിൻ സിൻഡ്രം. അതിൻ്റെ പിക്ചർ ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ. സ്റ്റഫൈലോകോക്കൽ സ്കാൽഡഡ് സ്കിൻ സിൻഡ്രം. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ദ ടോപ്പ് ലെയർ ഓഫ് ദ സ്കിൻ വിൽ ജസ്റ്റ് പീൽ ഓഫ്. ഓക്കെ, ഒരു ബേൺ ഉണ്ടായാൽ ആ ബേൺഡ് ഏരിയ സംടൈംസ് ഇറ്റ് ഗെറ്റ്സ് പീൽഡ് ഓഫ് അല്ലേ. അതേപോലെ ദി അപ്പർ പാർട്ട്, ദ ടോപ്പ് ലെയർ ഓഫ് ദ സ്കിൻ മേ പീൽ ഓഫ്, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് സ്റ്റഫൈലോകോക്കൽ സ്കാൽഡഡ് സ്കിൻ സിൻഡ്രം. സോ ബേസിക്കലി ഈ ഒരു ടോക്സിൻ, ഈ സ്റ്റാഫ് ഇറ്റ് പ്രൊഡ്യൂസസ് എ ടോക്സിൻ കോൾഡ് ആസ് എപ്പിഡെർമോലൈറ്റിക് ടോക്സിൻ. ഓക്കെ, ഈ എപ്പിഡെർമോലൈറ്റിക് ടോക്സിൻ എന്ത് ചെയ്യുമെന്ന് അറിയാടാ, ഒരാളുടെ ബോഡിയിൽ ഇൻഫെക്റ്റ് ചെയ്താൽ യൂഷ്വലി അത് സ്കിന്നിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ടോക്സിൻ. ഇത് ചെന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരു പ്രോട്ടീൻ ഉണ്ട്, ഡെസ്മോഗ്ലീൻ, DESMO, ഡെസ്മോഗ്ലീൻ എന്ന് പറയും, ഡെസ്മോഗ്ലീൻ 1. ഈ ഒരു പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. സോ ബേസിക്കലി ഈ പ്രോട്ടീനാണ് സ്കിൻ സെൽസിനെ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്ത് നിർത്തുന്നത്. ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്ത് നിർത്തുന്നതാണ് ഡെസ്മോഗ്ലീൻ 1. അപ്പം ഈ എപ്പിഡെർമോലൈറ്റിക് ടോക്സിൻ എന്ത് ചെയ്യുന്നു? ഈ പ്രോട്ടീനെ അങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്കിൻ സെൽസ്, the top layer of the skin will just peel off. Okay,
ആൻഡ് സോ ന്യൂ ബോൺസിലൊക്കെയാണ് യൂഷ്വലി ഇത് കാണുക, ബിക്കോസ് ന്യൂ ബോൺസിലെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കാണ്. ഇമ്മ്യൂണോ കോംപ്രമൈസിലും ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയയ്ക്ക് ഇങ്ങനത്തെ ആൾക്കാരെ, കുഞ്ഞു കുട്ടികളെ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാരെ എന്ന് വെച്ചാൽ HIV ഒക്കെ ഉള്ള ആൾക്കാരെ ഇൻഫെക്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ, പിന്നെ സ്റ്റാഫ് ഉണ്ടാക്കുന്ന ചില അസുഖങ്ങളാണ്. ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാക്കാം സ്റ്റാഫ്. എന്താണ് ഈ സംഭവം? Infection of the bone. Okay, infection of the bone is called as osteomyelitis. Pinne it can cause furuncles. What is furuncle? See, adoru painful red lump aanu that you can see on the skin, right? Basically it is a bacterial infection of the hair follicle. Nammada hair follicle il see. ഹെയർ ഫോളിക്കിളിൻ്റെ ബാക്ടീരിയൽ ഇൻഫെക്ഷനെയാണ് നമ്മൾ ഫ്യൂറങ്കിൾ എന്ന് പറയുക. ആൻഡ് മോസ്റ്റ് കോമൺലി സ്റ്റെഫലോക്കോക്കസ് ഓറിയസ് ആണ് ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഓസ്റ്റിയോമൈലൈറ്റിസ് പഠിച്ചു, ഫ്യൂറങ്കിൾസ് പഠിച്ചു, സെല്ലുലൈറ്റിസ്. സി ദിസ് ഇസ് സെല്ലുലൈറ്റിസ്. സെല്ലുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ സ്കിൻ ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, ഇപ്പം ഒരാളുടെ ലെറ്റ്സ് സേ കാലിൽ ചെറിയൊരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിൽ കൂടെ സ്റ്റാഫ് ഓറിയസ് അകത്തേക്ക് ചെല്ലാം. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് ക്യാൻ ഇൻഫെക്റ്റ് ദ ഡീപ്പർ ലെയേഴ്സ് ഓഫ് ദ സ്കിൻ, ലൈക്ക് നമ്മുടെ ഡെർമിസ്, സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂ, ഇതൊക്കെ ഇൻഫെക്റ്റ് ചെയ്യാം. സോ ആ ഭാഗത്ത് എന്തുണ്ടാവും? ഒരു റെഡ്നെസ് കാണാം. ഓക്കെ, ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്ത സ്ഥലത്ത് ഒരു റെഡ്നെസ് ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും. ഇതാണ് സെല്ലുലൈറ്റിസ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഫുഡ് പോയ്സണിങ് ഉണ്ടായാലും നമ്മൾ സസ്പെക്റ്റ് ചെയ്യേണ്ടത് ഏത് വില്ലനെയാണ്? സ്റ്റാഫ് ഓറിയസിനെയാണ്. സി ഇഫ് ഫുഡ് ഇസ് ലെഫ്റ്റ് ഔട്ട് ഫോർ എ ലോങ് ടൈം, എസ്പെഷ്യലി നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഫുഡ് കുറേ നേരം വെച്ചേക്കുകയാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നില്ല, ദെൻ ദിസ് ടോക്സിൻ ക്യാൻ ബി, സ്റ്റെഫലോകോക്കസ് ഓറിയസിൻ്റെ ടോക്സിൻ, ലൈക്ക് എൻറ്ററോടോക്സിൻ എന്ന് പറയും, ക്യാൻ ബി ഫോംഡ് ഇൻസൈഡ് these food items and can cause problems. Usually ഈ ഇങ്ങനത്തെ അൺകുക്ക്ഡ് മീറ്റ് അല്ലെങ്കിൽ കുറേ നേരം പുറത്ത് വെച്ചിരുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞ് 1 to 6 hours ശേഷമാണ് the patient can have symptoms like സഡൻ ആയിട്ട് വൊമിറ്റ് ചെയ്യാം, ഓക്കെ, നോസിയ ഉണ്ടാവാം, വയറുവേദന ഉണ്ടാവും, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, ആൻഡ് there is going to be diarrhea, right? And usually it will resolve in 2 days. Again, antibiotics usually ആവശ്യമില്ല, but if it is severe cases, definitely you have to give antibiotics. അപ്പോൾ നമ്മൾ ഈ പേസ്ട്രീസ്, സാലഡ്സ്, ഡയറി പ്രൊഡക്ട്സ്, മീറ്റ് പ്രൊഡക്ട്സ് ഒക്കെ ശ്രദ്ധിച്ച് കഴിക്കണം. Now very important, actually this is the last topic in staff. We have something called as coagulase test. ഈ coagulase test നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ let us say Ramu came to you with some infection. Okay, let us say അയാളുടെ സ്കിന്നിൽ ഒരു ബോയിൽ ഉണ്ട്. ഓക്കെ, ആൻഡ് യു ആർ സസ്പെക്റ്റിംഗ് ഇറ്റ് ടു ബി സ്റ്റാഫ് ഓറിയസ്. അപ്പോൾ എനിക്ക് കൺഫേം ചെയ്യണം, let us say എനി ഇൻഫെക്ഷൻ, എനിക്ക് കൺഫേം ചെയ്യണം ഈ ഇൻഫെക്ഷൻ സ്റ്റാഫ് ആണോ അല്ലയോ. അപ്പോൾ വാട്ട് ഐ വിൽ തിങ്ക് ഫസ്റ്റ്, ഓക്കെ, സ്റ്റാഫ് ഓറിയസ് ആണെങ്കിൽ ഈ ഒരു ബാക്ടീരിയ, it will produce an enzyme. Normally it produces an enzyme called as coagulase. ഈ ഒരു ബാക്ടീരിയ നോർമലി it will produce an enzyme called as coagulase. അപ്പോൾ എനിക്ക് കിട്ടുന്ന സാമ്പിളിൽ, let's say I'm taking a blood sample അല്ലെങ്കിൽ ഒരു പസ് സാമ്പിൾ, ആ സാമ്പിളിൽ സ്റ്റാഫ് ഓറിയസ് ആണോ അല്ലയോ എന്ന് എനിക്കറിയാൻ coagulase enzyme ആ സാമ്പിളിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. Right? Because Staph aureus is coagulase positive, means Staph aureus produces an enzyme called as coagulase. അപ്പോൾ എനിക്ക് കിട്ടുന്ന സാമ്പിളിൽ coagulase ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പിക്കാം, ഓക്കെ, ദിസ് ഇസ് ദ ഇൻഫെക്ഷൻ ഇസ് ഡ്യൂ ടു Staph aureus. ഇതാണ് മൈ തോട്ട്. ഓക്കെ, നൗ ബേസിക്കലി ഗൈസ് സി, എനിക്ക് സ്റ്റെഫലോകോക്കസ് ഓറിയസ് ആണോ എന്ന് കൺഫേം ചെയ്യാനാണ് ഞാൻ coagulase ടെസ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് സ്റ്റെഫലോകോക്കസിൻ്റെ വേറെ ടൈപ്സ് ഉണ്ട്, എപ്പിഡെമിഡിസ്, ഇതൊക്കെ coagulase നെഗറ്റീവ് ആണ്. ഓക്കെ, സോ ഓൺലി സ്റ്റാഫ് ഓറിയസ് ആണ് ഈ coagulase പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് കൺഫേം ചെയ്യാനായിട്ട് ഞാനൊരു ടെസ്റ്റ് ചെയ്യും, coagulase ടെസ്റ്റ് ചെയ്യും. ഓക്കെ, see this coagulase, okay, ഫസ്റ്റ് പോയിൻറ്റ്, അതൊരു എൻസൈമാണ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റെഫലോകോക്കസ് ഓറിയസ്. Now, ഈ coagulase enzyme 2 ടൈപ്പ് ഉണ്ട്. It is bound coagulase, okay, and free coagulase. Now, ഈ bound coagulase, basically bound coagulase
ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ക്ലംപിംഗ് ഫാക്ടർ. നമ്മൾ ആദ്യമേ പഠിച്ചില്ലായിരുന്നോ ക്ലംപിംഗ് ഫാക്ടർ? അതിനെയാണ് നമ്മൾ ബൗണ്ട് ക്വാഗുലേസ് എന്ന് പറയുക. സോ ഫസ്റ്റ് തിങ്, ബൗണ്ട് ക്വാഗുലേസ്, ഇറ്റ് ഈസ് present or it is attached to the surface of Staphylococcus aureus. ഓക്കെ, ഞാൻ ഈ റെഡ് കളറിൽ വരയ്ക്കുന്നതാണ് നമ്മുടെ ബൗണ്ട് ക്വാഗുലേസ്. ഓക്കെ, ഈ ബൗണ്ട് ക്വാഗുലേസ് വാട്ട് ഇറ്റ് ഡസ്, ഈ ഒരു ബാക്ടീരിയ ഒരാളുടെ ബോഡിയിൽ ചെന്നാൽ ഈ ബൗണ്ട് ക്വാഗുലേസ് എന്ത് ചെയ്യുന്ന അറിയോ? അയാളുടെ ബോഡിയിലെ പ്ലാസ്മ, നമ്മുടെ ബ്ലഡിലെ, നമ്മുടെ പ്ലാസ്മയിലെ ഫിബ്രിനോജനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഫിബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു ലോട്ട് ഓഫ് ഫിബ്രിൻ പ്രൊഡ്യൂസ് ചെയ്താൽ അവിടെ നമുക്കൊരു ക്ലോട്ട് ഫോർമേഷൻ ആ ഭാഗത്തുണ്ടാകും. ഓക്കെ, സോ ദാറ്റ് ഈസ് ബൗണ്ട് ക്വാഗുലേസ്. നൗ ഫ്രീ ക്വാഗുലേസ് എന്ന് പറഞ്ഞാൽ, ഫ്രീ ക്വാഗുലേസ് എന്ന് പറഞ്ഞാൽ അത് ഈ ബാക്ടീരിയയിൽ നിന്ന് ഇപ്പം ഈ ബ്ലഡ് വെസലിൻ്റെ അകത്ത് ബാക്ടീരിയ ഉണ്ടെന്ന് വെച്ചോ. ഇതാണ് ഒരു ബ്ലഡ് വെസൽ. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ബാക്ടീരിയ ഇരിക്കുകയാണ്, സ്റ്റെഫലോകോക്കസ് ഓറിയസ് ഇരിക്കുകയാണ്. ഓക്കെ, ഈ ഓറിയസിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്ന എൻസൈമിനെ പറയുന്ന പേരാണ് ഫ്രീ ക്വാഗുലേസ്. ഈ ഫ്രീ ക്വാഗുലേസിൻ്റെയും ഫങ്ഷൻ ഇത് തന്നെയാണ്. ഫിബ്രിനോജനെ, ഓക്കെ, നമ്മുടെ പ്ലാസ്മയിലുള്ള ഫിബ്രിനോജനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഫിബ്രിനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് ക്ലോട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ബേസിക്കലി ഈ രണ്ട്, ബൗണ്ട് ക്വാഗുലേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രീ ക്വാഗുലേസ് ആയിക്കോട്ടെ, രണ്ടിൻ്റെയും ഫങ്ഷൻ എന്താണ്? നമ്മുടെ പ്ലാസ്മയിലെ ഫിബ്രിനോജനെ ഫിബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ആ ഭാഗത്ത് ക്ലോട്ട് ഉണ്ടാവുന്നു. ഓക്കെ, only thing is ബൗണ്ട് ക്വാഗുലേസ് ബാക്ടീരിയയുടെ സർഫസിലിരിക്കുന്ന ക്ലംപിംഗ് ഫാക്ടറിനെയാണ് നമ്മൾ ബൗണ്ട് ക്വാഗുലേസ് എന്ന് പറയുക. ഫ്രീ ക്വാഗുലേസ് എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയയിൽ നിന്ന് റിലീസാവുന്ന ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു എൻസൈമിനെയാണ് നമ്മൾ ഫ്രീ ക്വാഗുലേസ് എന്ന് പറയുക. ഓക്കെ, നൗ ടു ഡിറ്റക്റ്റ്, ഇപ്പം എനിക്ക് ഒരു സാമ്പിളിൽ നിന്ന് ക്വാഗുലേസ് പോസിറ്റീവ് ആണ് ആ സാമ്പിൾ എന്ന് ഞാൻ കണ്ടെത്തിയാൽ അതിൻ്റെ അർത്ഥം ദ സാമ്പിൾ കണ്ടെയ്ൻസ് സ്റ്റാഫ് ഓറിയസ്. ഇപ്പം ക്വാഗുലേസ് നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് സം അതർ ടൈപ്പ് ഓഫ് സ്റ്റെഫലോകോക്കസ്. ഓക്കെ, ദാറ്റ് ഈസ് എ മീനിങ്. നൗ ഇത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട്, ക്വാഗുലേസ് ആ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ടെസ്റ്റ് ഉണ്ട്. ഒന്ന്, ഇപ്പം നമ്മൾ ആ ഒരു ടെസ്റ്റ് സ്ലൈഡിലാണ് ചെയ്യുന്നതെങ്കിൽ, ഇത് സ്ലൈഡാണ് കേട്ടോ, സ്ലൈഡിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ സ്ലൈഡ് ക്വാഗുലേസ് ടെസ്റ്റ് എന്ന് പറയുന്നു. ട്യൂബിലാണ് ഞാൻ എൻ്റെ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ട്യൂബ് ക്വാഗുലേസ് ടെസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ബൗണ്ട് ക്വാഗുലേസ് ഉണ്ടോയെന്നും ചെക്ക് ചെയ്യാം, ഫ്രീ ക്വാഗുലേസ് ഉണ്ടോയെന്നും ചെക്ക് ചെയ്യാം. ബൗണ്ട് ക്വാഗുലേസ് ഉണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നത് സ്ലൈഡിലായിരിക്കും, ഫ്രീ ക്വാഗുലേസ് ഉണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നത് ട്യൂബിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വെരി സിമ്പിൾ. ഓക്കെ, ഇത് നിങ്ങൾ ആക്ച്വലി ഇത് രണ്ടും എഴുതിയാൽ മതി. ഇനി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യമേ സ്ലൈഡ് ക്വാഗുലേസ് ടെസ്റ്റ്. സ്ലൈഡിൽ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ആ ബൗണ്ട് ക്വാഗുലേസ്, ആ ക്ലംപിംഗ് ഫാക്ടർ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഞാനൊരു ക്ലീൻ സ്ലൈഡ് എടുക്കുന്നു. ഞാൻ പേഷ്യൻറ്റിൻ്റെ ഇപ്പം ഒരു എക്സാമ്പിൾ ബോയിൽ ഉണ്ടെന്ന് വെച്ചോ, അയാളുടെ കയ്യിലൊരു ബോയിൽ ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ അയാളുടെ ബ്ലഡ് സാമ്പിൾ, എനിത്തിങ് യു ക്യാൻ ടേക്ക്. ആ ഒരു സ്പെസിമെൻ തരുന്ന അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയ കിട്ടുന്ന ഏത് സ്പെസിമെനും എടുക്കാം. ആൻഡ് യു വിൽ മിക്സ് ദാറ്റ് സ്പെസിമെൻ വിത്ത് എ ഡ്രോപ്പ് ഓഫ് പ്ലാസ്മ. ഇപ്പം ഞാൻ ഒരു ഡ്രോപ്പ് ഓഫ് പ്ലാസ്മ ഇവിടെ ഒഴിക്കുന്നു. ഓക്കെ, നമ്മുടെ ലബോറട്ടറിയിൽ പ്ലാസ്മ ഉണ്ടാവുമല്ലോ, പ്ലാസ്മ ഇവിടെ ഒഴിക്കുന്നു. അപ്പോൾ പ്ലാസ്മ എന്തിനാണ് ഞാൻ ഒഴിക്കുന്നത്? പ്ലാസ്മേനകത്ത് എന്തുണ്ട്? ഫിബ്രിനോജനുണ്ട്. ഓക്കെ, പ്ലാസ്മ ഞാനൊരു ഡ്രോപ്പ് ഒഴിക്കുന്നു. അതിൻ്റെ മണ്ടയിൽ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു സാമ്പിളും അതിൻ്റെ മണ്ടയിൽ പുരട്ടുന്നു. ഓക്കെ, ഐ മിക്സ് ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നു. ഒരു 10 to 15 സെക്കൻഡിന് ശേഷം എനിക്കിവിടെ ക്ലംപിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ ഓക്കെ ക്ലംപിങ് കുരുകുരാ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ക്ലോട്ട് ഫോമായി അല്ലെങ്കിൽ ക്ലംസ് ഫോമായി എന്നാണ് അർത്ഥം. അപ്പോൾ ക്ലംബ് ഫോം ആവണമെങ്കിൽ എന്തുണ്ടാവണം? സ്റ്റാഫ് ഓറിയസ് എൻ്റെ സാമ്പിൾ ഉണ്ടെങ്കിലേ there will be clump formation. അപ്പോൾ നോക്കിയാൽ മോനെ this is a positive slide. മീൻസ് ഇതിനകത്ത് നിങ്ങളിട്ട സാമ്പിളിനകത്ത് സ്റ്റെഫലോകോക്കസ് ഓറിയസ് ഉണ്ട്.
ഇത് നോക്കിക്കേ, ക്ലമ്പിംഗ് ഉണ്ടോ എന്ന് വെച്ചാൽ കുരുകുര കാണുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ പ്ലാസ്മ ഒരു ഡ്രോപ്പ് ഒഴിച്ചു, നമുക്ക് ലാബിൽ തന്നെ പ്ലാസ്മ ഉണ്ടാക്കാം. പ്ലാസ്മ ഒഴിച്ചു, പിന്നെ അതിൻ്റെ മണ്ടയിൽ നിങ്ങൾ സ്പെസിമെൻ ഒഴിച്ചു, രണ്ടും കൂടെ മിക്സ് ചെയ്തു. ഇപ്പോൾ സ്റ്റെഫലോകോക്കസ് ഓറിയസ് ആയിരുന്നെങ്കിൽ ഈ അകത്തുള്ള ഫിബ്രിനോജനെ ഫിബ്രിനായി കൺവേർട്ട് ചെയ്തിട്ട് ക്ലമ്പിംഗ് ഉണ്ടായേനെ, കുരുകുര വന്നേനെ. പക്ഷെ ഇവിടെ ക്ലമ്പിംഗ് വല്ലതും കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ വെച്ച സാമ്പിളിനകത്ത് സ്റ്റെഫലോകോക്കസ് ഓറിയസ് ഉണ്ടോ? ഇല്ല. ഇതാണ് സ്ലൈഡ് കോയാഗുലേസ് ടെസ്റ്റ്. ഓക്കെ, സെയിം തിങ്. ട്യൂബ് കോയാഗുലേസ് ടെസ്റ്റ് ഓൾസോ സെയിം തിങ്. only thing is ഞാനവിടെ ചെക്ക് ചെയ്യുന്നത് ഫ്രീ കോയാഗുലേസ് ആണ്, ഞാൻ ചെയ്യുന്നത് ട്യൂബിലാണ്. സെയിം പ്രിൻസിപ്പിൾ. ബേസിക്കലി നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ ചോദിക്കില്ല കേട്ടോ, നിങ്ങൾ എക്സാമിന് ഇത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ട്യൂബ് കോയാഗുലേസ് ടെസ്റ്റിനകത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഞാൻ പ്ലാസ്മ ഒഴിക്കുന്നു. നമ്മുടെ ലബോറട്ടറിയിൽ നമുക്ക് പ്ലാസ്മയുണ്ട്, പ്ലാസ്മ ഒഴിക്കുന്നു. അതിന് ശേഷം ഞാൻ നമ്മുടെ ബാക്ടീരിയൽ സസ്പെൻഷനും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് കിട്ടിയ സാമ്പിൾ സ്പെസിമിനും കൂടെ ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നു. അതിന് ശേഷം ഞാനൊരു 1 to 4 hours ഇതിനെ, അല്ലെങ്കിൽ മേ ബി 24 hours വരെ നമുക്ക് ഇൻക്യുബേറ്റ് ചെയ്ത് വെക്കാം. 37 degree Celsius ഞാനതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം നിങ്ങൾ ക്ലോട്ട് ഫോർമേഷൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ച സാമ്പിളിനകത്ത് ആരുണ്ട്? സ്റ്റാഫ് ഓറിയസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് അത്രയും ക്ലിയർ അല്ല. സോ ഇവിടെ ഇവർ പറയുന്നത് ദർ ഇസ് നോ ക്ലോട്ട് ഫോർമേഷൻ, സോ ദിസ് ഇസ് നെഗറ്റീവ്. ഓക്കെ, ഇവിടെ ക്ലോട്ട് ഫോർമേഷൻ ഉണ്ട് എന്നാണ്. ആക്ച്വലി പിക്ചർ അത്ര ക്ലിയർ അല്ല. ഇങ്ങനെ യു ക്യാൻ സീ ദ ക്ലോട്ട് ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ക്ലോട്ട് ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് പോസിറ്റീവ് ഫോർ സ്റ്റാഫ് ഓറിയസ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, സോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ സ്പെസിഫിനകത്ത് ഇറ്റ് കുഡ് ബി എ കോയാഗുലേസ് നെഗറ്റീവ് സ്റ്റാഫ് ഓറിയസ്. കോയാഗുലേസ് പ്രൊഡ്യൂസ് ചെയ്യാത്ത കോയാഗുലേസ് നെഗറ്റീവ് സ്റ്റഫലോകോക്കസ്. കോയാഗുലേസ് എൻസൈം സെക്രീറ്റ് ചെയ്യാത്ത സ്റ്റഫലോകോക്കസിൻ്റെ സ്പീഷീസ് ആയിരിക്കും ഇതിനകത്ത്. അണ്ടർസ്റ്റുഡ്? നമ്മൾ പഠിച്ചില്ലായിരുന്നു നേരത്തെ ചാപ്റ്ററിൽ കോൺസ്. Okay, that is it guys. I think we are done with Staphylococcus aureus. Please give me your feedback. I'll see you in the next class. Take care. God bless. Bye-bye.